വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങിയ ബൈബിൾ പഠന സഹായിയാണ് ബൈബിൾ ക്വിസ്. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു പഠന മത്സര കളരിയായിട്ട് അത് തീർന്നിട്ടുണ്ട്. 6-7 ലക്ഷം പേര് അതില് പല പ്രായത്തിലുള്ളവര് കൃത്യമായിട്ട് അത് പഠിക്കുകയും ആ ബൈബിൾ ഗ്രന്ഥത്തിന്റെ ആന്തരികമായ അർത്ഥം തന്നെ അത് ചോദിച്ചാൽ പോലും അത് പറയാൻ പ്രാപ്തരാകുന്ന രീതിയിലേക്ക് ഇത് പരിവർത്തനം ചെയ്ത് എടുത്തിട്ടുണ്ട്. വലിയ ഉത്സാഹത്തോടുകൂടിയാണ് ഇടവകളിൽ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വചനത്തിന്റെ ആന്തരിക അവസ്ഥയിലേക്ക് കടന്നുവരാനും ആ വചനാനുസൃത ജീവിതം പരിപോഷിപ്പിക്കുവാനും എല്ലാം വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ ക്വിസ്, ലോഗോസ് ക്വിസ്. അതിന് എല്ലാ മംഗളങ്ങളും തുടർന്നും അത് ഏറ്റവും കൂടുതൽ പേര് സംബന്ധിക്കുന്ന ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2014 2015 കുടുംബങ്ങളെ അധികരിച്ചു നടന്ന സിനഡുകളുടെ വെളിച്ചത്തിൽ 2016 ഫ്രാൻസിസ് പാപ്പ നമുക്കൊരു സമ്മാനം നൽകുകയുണ്ടായി. സ്നേഹത്തിന്റെ സന്തോഷം. അതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ ഇപ്രകാരം പറയുന്നു: സ്നേഹിക്കുകയും ജീവന് ജന്മം നൽകുകയും ചെയ്യുന്ന ദമ്പതികൾ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള സജീവവും യഥാർത്ഥവുമായ ഐക്യനാണ്. കുടുംബ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുടുംബത്തിൽ വചനം പഠിക്കുകയും വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇതാ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ഈ വർഷം അവതരിപ്പിക്കുന്നു ലോഗോസ് ഫാമിലിയ ക്വിസ് 2016. ലോഗോസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇടവകകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത് രൂപതാതലത്തിൽ നടന്ന പ്രാരംഭ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയം നേടി അവിടെ നിന്നും സംസ്ഥാന തലത്തിൽ നടന്ന പരീക്ഷയിൽ 1ാമതായി വന്ന് ലോഗോസ് ഫാമിലിയ ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങൾ 6 കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ ഒന്നൊന്നായി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ബെത്ലഹേം. ഞങ്ങൾ പാലായിലെ കാക്കൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ പേര് തോമസ്. ഇത് ഭാര്യ എൽസി തോമസ് കണ്ണന്താനം, മകൾ ഗ്രീഷ്മ മെറിൻ തോമസ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നു ടീം നസ്രത്ത്. ഞാൻ ലാൽസൺ മാത്യു, കോട്ടയം അതിരൂപതയിലെ കട്ടച്ചിറ ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എന്റെ മകൾ ലീനസ് ലാൽസൺ, ഇത് എന്റെ ഭാര്യ റീന. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ടീം കാന. ഞങ്ങൾ പുനലൂർ രൂപതയിലെ കൊറ്റമേൽക്കടവ് എന്ന സ്ഥലത്തുള്ള സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ സാബു സെബാസ്റ്റ്യൻ, ഇതെന്റെ മകൻ സെൻ സാബു +1 വിദ്യാർത്ഥി, ഇതെന്റെ മകൾ സാന്ദ്ര സാബു 10ാം ക്ലാസ് വിദ്യാർത്ഥി. വേദിയിലേക്ക് നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ടീം ബഥാനിയ. എന്റെ പേര് തോമസ് മണക്കാട്ട്, മാനന്തവാടി രൂപത എന്ന് വരുന്നു, കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് ഇടവക. മൂത്ത മകൾ റോസലിൻ തോമസ് ബിഫാമിന് പഠിക്കുന്നു, ഇളയ മകൾ മെർലിൻ തോമസ് +2 പഠിക്കുന്നു. വേദിയിലേക്ക് അടുത്തതായി വരുന്ന ടീം കഫർനാം. ഞങ്ങൾ തൃശൂർ അതിരൂപതയിലെ ഒല്ലൂരിൽ നിന്ന് വരുന്നു. എന്റെ പേര് സിനി തോമസ്, മക്കൾ മെറിൻ തോമസ് ആൻഡ് സെറിൻ തോമസ്. വേദിയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം ടീം ജെറിക്കോ. ഞങ്ങൾ
ഇരിഞ്ഞാലക്കുട രൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് കോട്ട ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ പേര് ടോണി ബേബി. ഇതെന്റെ അമ്മ ഫിലോമിന ബേബി. ഇതെന്റെ ഭാര്യ നിസി ടോണി. അടുത്തതായി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ലോഗോസ് ഫമിലിയ ക്വിസ് 2016ന്റെ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഫാദർ ജോളി വടക്കൻ. അദ്ദേഹം 2011 മുതൽ POCയിൽ സ്തുത്യർഹമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്നു. 2 വർഷം ഡീൻ ഓഫ് സ്റ്റഡീസായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 4 വർഷമായി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്നു. വത്തിക്കാൻ റേഡിയോയുടെ റീജിയണൽ കോർഡിനേറ്ററും വത്തിക്കാൻ തരംഗത്തിന്റെ എഡിറ്ററുമായ അദ്ദേഹം ടാലന്റ് മാഗസിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള മാള ഇടവക അംഗമാണ് ജോളിയച്ചൻ. ഒത്തിരി സ്നേഹത്തോടെ ജോളിയച്ചനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കൂടാതെ വിദേശത്ത് പല ക്വിസ് പ്രോഗ്രാമുകൾ നടത്തി പ്രശസ്തനായ ഒരു ക്വിസ് മാസ്റ്റർ തന്നെയാണ് നമ്മളോടൊപ്പം. അതീവ വൈദഗ്ധ്യമുള്ള ഒരു ക്വിസ് മാസ്റ്റർ തന്നെയാണ് ലോഗോസ് ഫമിലിയ ക്വിസിന് നമുക്കുള്ളത്. ഒത്തിരി സന്തോഷത്തോടെ കൈയടിച്ച് നമുക്ക് ജോളിയച്ചനെ ഈ ക്വിസ് മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു ജിഷ, താങ്ക് യു. ഈ ഒരു ക്വിസ് പ്രോഗ്രാം നമുക്കേറെ ആസ്വാദ്യകരമായി മാറട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ ഒരു പ്രോഗ്രാം ഈ രീതിയിലൂടെ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ 31 രൂപതകളിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരുമിച്ച് വചനം പഠിക്കുകയും ആ വചനം അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ഏറെ സന്തോഷത്തിനും സമാധാനത്തിനും ആശ്വാസത്തിനും ഇടയാകത്തക്ക രീതിയിൽ ആ വചനം അവരുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് KCBC ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും ഇത്തരത്തിൽ ഒരു ഫമിലിയ ക്വിസ് ഇവിടെ വിഭാവനം ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും വീടുകളിൽ ബൈബിൾ വായിച്ച് പഠിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷം. നല്ലൊരു കയ്യടി നമുക്ക് ഈ 6 കുടുംബങ്ങൾക്ക് നമുക്ക് നൽകാം. ലോഗോസ് ഫമിലിയ ക്വിസ് 2016ന്റെ ആദ്യത്തെ റൗണ്ട് ദാബ റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ ടീമിനും 2 ചോദ്യങ്ങൾ വീതം ലഭിക്കുന്നതാണ്. ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു ചോദ്യത്തിന് 10 പോയിന്റുകളാണ് ലഭിക്കുക ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ. ഇനി ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യാവുന്നതാണ്. പാസ് ചെയ്ത് കിട്ടുന്ന ടീം ഉത്തരം പറയുകയാണെങ്കിൽ ആ ചോദ്യത്തിന് അതിന്റെ പകുതി മാർക്ക് ലഭിക്കും, അതായത് 5 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ലോഗോസ് ഫമിലിയ ക്വിസ് 2016 ദാബ റൗണ്ട്. ദബാർ, ലോഗോസ് എന്നുള്ള വാക്ക് നമുക്ക് ഏവർക്കും പരിചിതമാണ്. പക്ഷേ ദബാർ ഈ വാക്ക് അധികം പേർക്ക് പരിചിതമാകാൻ സാധ്യതയില്ല. ദബാർ അത് ഹീബ്രു ഭാഷയിലെ ആ വാക്കിന്റെ അർത്ഥം ലോഗോസിന്റെ അർത്ഥം പോലെ തന്നെയാണ്. ഏതാണ്ട് വേർഡ് എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. വേർഡ് റൗണ്ട് ആണ്. ആദ്യത്തെ ചോദ്യം ബെത്ലഹേം ഗ്രൂപ്പിനോടാണ്. ഈ ചോദ്യം നിങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഈ റൗണ്ടിൽ ഉത്തരം പറയാം. ഉത്തരം കൃത്യമായും നമ്മുടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന POC ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ ആകണം. ഈ ചോദ്യത്തിന് 3 ഭാഗമുണ്ട്. ഇതിന്റെ 3 ഭാഗം എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിനും അതിന്റെ പഴയ നിയമ ഭാഗം ചോദിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകം ഏതാണ്, അതിന്റെ അധ്യായം വാക്യം ഏതാണ്, പുതിയ നിയമത്തിന്റെ അധ്യായം വാക്യം ഏതാണ്. അത് പൂർണ്ണമായും ശരിയാകുന്ന ടീമിനായിരിക്കും 10 പോയിന്റ് ലഭിക്കുക. അതിലേതെങ്കിലും ഒന്ന് തെറ്റുകയോ ഭാഗികമായിട്ട് മാത്രം ശരിയാവുകയോ ചെയ്താൽ ആ ചോദ്യം മറ്റു ടീം അംഗങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. അവർക്കത് ഉത്തരം ശരിയാവുകയാണെങ്കിൽ അവർ പറഞ്ഞതിനനുസരിച്ച രീതിയിൽ തന്നെ അതിന്റെ മാർക്ക് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ബെത്ലഹേം ഗ്രൂപ്പിനോടാണ് ആദ്യത്തെ ചോദ്യം.
എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി എന്ന തിരുവെഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഭാഗം, പുസ്തകം, അധ്യായം, വാക്യം, അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ ഇത് എവിടെ കാണുന്നു? ഈ 2 ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. സങ്കീർത്തനം 41:9. സങ്കീർത്തനം 41:9 എന്ന് പറയുന്നു. യെസ്. പുതിയ നിയമത്തിൽ ഇത് എവിടെ കാണുന്നു? യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. വാക്യം കൂടി പറയാൻ പറ്റുമോ? വാക്യം അത്രയാണ്ട് പോരാ അല്ലേ? ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എത്ര പേർക്ക് അത് വാക്യം കൂടി പഠിച്ചവരുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു നോക്കുന്നു. ഒന്ന് പാസ് ചെയ്യും. നസ്രത്ത് 13:18. യോഹന്നാൻ 13:18. യോഹന്നാൻ 13:18 വളരെ കൃത്യമായ ആൻസർ ആണ്. സങ്കീർത്തനം 41:9 യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. അതില് നിങ്ങൾ പറഞ്ഞതിൽ ആദ്യ ഭാഗത്തില് 3 ഭാഗം ശരിയാണ്. സങ്കീർത്തനം ശരിയാണ്, അതിന്റെ അധ്യായം ശരിയാണ്, വാക്യം ശരിയാണ്, പുതിയ നിയമം യോഹന്നാന്റെ ചാപ്റ്റർ ശരിയാണ്. ഒരെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ പൂർണ്ണമായ ഉത്തരം നൽകാനായില്ല എന്നുണ്ടെങ്കിലും അതിൽ ഒരു 75% നിങ്ങൾ ശരിയാക്കി എന്നുള്ളതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് 7.5 മാർക്ക് ഈ റൗണ്ടിൽ ലഭിക്കുന്നു. അതില് വിട്ടുപോയ ഒരു ചെറിയൊരു ഭാഗം, ആ ചെറിയ ഭാഗത്തില് പാസ് ചെയ്ത് വന്ന ചോദ്യത്തിന്റെ പകുതിയുടെ പകുതി, 2.5 മാർക്കിന്റെ പകുതി നിങ്ങൾക്ക് 1.25 മാർക്ക് നസ്രത്ത് ഗ്രൂപ്പിന് ലഭിക്കുന്നു. അടുത്ത ചോദ്യം നസ്രത്ത് ഗ്രൂപ്പിനോടാണ്. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഭാഗം ഏതാണ്? പുതിയ നിയമത്തിൽ ഇത് എവിടെ കാണുന്നു? പുതിയ നിയമം യോഹന്നാൻ 15:25. ഓക്കെ. പഴയ നിയമം സങ്കീർത്തനം 35:19. കറക്റ്റ് ആൻസർ. 2 ഭാഗം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 2 റെഫറൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. സങ്കീർത്തനം 35:19 അത് പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യം കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നസ്രത്ത് ഗ്രൂപ്പ് 10 points. വെരി ഗുഡ്. യെസ്. അടുത്ത ചോദ്യം കാന ഗ്രൂപ്പിലേക്കാണ്. കാന ഗ്രൂപ്പിലേക്കുള്ള ചോദ്യം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു. പഴയ നിയമ ഭാഗം ഏതാണ്? പുതിയ നിയമത്തിൽ ഇത് എവിടെ കാണുന്നു? പഴയ നിയമഭാഗം നിയമാവർത്തനം 32:28. യെസ്. പിന്നെ പുതിയ നിയമഭാഗം യോഹന്നാൻ 19:16. യെസ്. ഞാനതൊന്ന് പാസ് ചെയ്യുന്നു അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ബഥാനിയേക്ക് ട്രൈ ചെയ്യാം. സങ്കീർത്തനം 22:18. 22:18. പുറപ്പാട് 28:32. പുറപ്പാട് 28:32. പുതിയ നിയമത്തിൽ എവിടെ കാണുന്നു? 19:34 എന്ന് പറയുന്നു. ഓക്കെ. ഞാനത് ഇവിടെ ക്ലോസ് ചെയ്യാണ്. അത് നമുക്കൊരു ചെറിയൊരു പ്രശ്നം കാന ഗ്രൂപ്പിനെ പറ്റി. അതായത് സങ്കീർത്തനം 22:18 പുറപ്പാട് 28:32 അതിന്റെ ശരിയായ പഴയ നിയമഭാഗം. നിയമാവർത്തനം എന്നാണ് കാന ഗ്രൂപ്പ് അത് ഉത്തരമായിട്ട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായം ശരിയായിരുന്നുവെങ്കിലും അതില് വാക്യം പറഞ്ഞത് തെറ്റായിട്ട് പോയി. അത് 24 19:24. ഞാൻ ആദ്യത്തെ ഈ ഒരു ചാൻസിൽ നിങ്ങൾക്ക് 2 മാർക്ക് തരുന്നു. 2 മാർക്ക്. ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 34 പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങളുടെ റൗണ്ട് ചെയ്ത് വരുന്നതിന്റെ ഉത്തരമായതിന്റെ 5 മാർക്കിന് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ആ റെഫറൻസ് പറഞ്ഞതിലെ വാക്യം തെറ്റിയതിന്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ അവിടെ
ഒരു ചെറിയൊരു മൈനസ് ചെയ്യുന്നു. ആ മൈനസ് 5 മാർക്കിൽ നിന്ന് വാക്യം തെറ്റിയതിന്റെ പേരിൽ. പക്ഷെ നിങ്ങൾ 2 റെഫറൻസ് ഒരെണ്ണേ പറയേണ്ട കാര്യം നിങ്ങൾ 2 പറഞ്ഞു. അധ്യായവും കൃത്യമായി, വാക്യത്തിൽ മാത്രം ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് 1 മാർക്കേ കുറയ്ക്കുന്നുള്ളൂ. 5 മാർക്കിൽ 4 മാർക്ക് അവിടെ കൊടുക്കും. ഓക്കെ, സന്തോഷം. യെസ്, അടുത്ത ചോദ്യം ബഥാനിയ ഗ്രൂപ്പിനോടാണ്. മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമഭാഗം ഏതാണ്? പുതിയ നിയമത്തിൽ അതെവിടെ കാണുന്നു? യെശയ്യാ 5-ാം അധ്യായം 1 മുതൽ 7 വാക്യങ്ങളുണ്ട്. ഓക്കെ, മൈക്ക് അടുപ്പിച്ച് പിടിച്ചറിയൂ. എസെക്കിയേല് യെസ് 19:10 വെരി ഗുഡ്. പിന്നെ ഈ സുവിശേഷത്തിൽ എവിടെ കാണുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. പുതിയ നിയമത്തിൽ 15-ാം അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായം 1-ാം വാക്യം. 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 10 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് കാണുന്നു. വെരി ഗുഡ്, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. യെശയ്യാ 5:1-7, എസെക്കിയേൽ 19:10, യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ. വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് ബഥാനിയ ഗ്രൂപ്പ് ഈ റൗണ്ടിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. വെരി ഗുഡ്. യെസ്, അടുത്ത ചോദ്യം കഫർനാം ഗ്രൂപ്പിനോടാണ്. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. പഴയ നിയമ ഭാഗം ഏതാണ്? അത് പുതിയ നിയമത്തിൽ എവിടെ കാണുന്നു? യെസ്, പഴയ നിയമത്തില് സംഖ്യ 9:12. ഓക്കെ. പുതിയ നിയമത്തില് യോഹന്നാൻ 19-ാം അധ്യായം 36-ാം വാക്യം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. പുറപ്പാട് പുസ്തകം 12:46, സംഖ്യാ പുസ്തകം 9:12. ഒപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു കഫർനാം ഗ്രൂപ്പ്. ദേ സ്കോർ 10 പോയിന്റ്സ്. വെരി ഗുഡ്. ഈ റൗണ്ടില് ജെറീക്കോ ഗ്രൂപ്പിലേക്കാണ് അടുത്ത ചോദ്യം വരുന്നത്. ജെറീക്കോ ഗ്രൂപ്പ്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. പഴയ നിയമത്തിൽ ഇതെവിടെ കാണുന്നു? പുതിയ നിയമത്തിൽ ഇതെവിടെ കാണുന്നു? പഴയ നിയമത്തിൽ സക്രിയയുടെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. വെരി ഗുഡ്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 37-ാം വാക്യം. കറക്റ്റ് ആൻസർ. 2 കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സക്കറിയായുടെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വചനം പഴയ നിയമത്തിലും, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 37-ാമത്തെ വചനം പുതിയ നിയമത്തിലും. കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ദേ ഗെറ്റ് 10 പോയിന്റ്സ്. കൺഗ്രാജുലേഷൻ. ഈ റൗണ്ടിലെ ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇതിൽ തന്നെ 2ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം നിങ്ങളുടെ ഇടയിലെ ഫസ്റ്റ് ജനറേഷൻ, അതായത് പ്രായം കൂടുതലുള്ളത് ആരാണോ, അമ്മയാണോ അപ്പനാണോ ആരായാലും കുഴപ്പമില്ല, മാതാപിതാക്കളുടെ തലത്തിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് ജനറേഷനിലെ ആള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നു. ആ ചോദ്യം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഉത്തരം അവർ മാത്രം പറയുന്നു. വേറെ ആരും, ടീമിലിരിക്കുന്നവർ ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അടുത്ത ചോദ്യം നമുക്ക് ജെറീക്കോ ഗ്രൂപ്പിലെ അമ്മച്ചിയോടാണ് ചോദിക്കുന്നത്. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ പ്രതിച്ഛായ എന്തിനെ സൂചിപ്പിക്കുന്നു? അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അമോറിസ് ലെറ്റീസിയ എന്ന് പറയുന്ന ആ പുസ്തകത്തില്, ആ ചാപ്റ്ററിൽ അത് വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ പ്രതിച്ഛായ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുടുംബത്തെ. നമ്മളിങ്ങനെ ടു ജനറൽ ആയിട്ട് പറയാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ രീതിയിൽ പറഞ്ഞാലല്ലേ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ വിഷമാവും അത് അച്ഛനെങ്ങനെ ചെയ്തു കഴിഞ്ഞാല്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് പാരഗ്രാഫ് 10 എന്ന് ഞാൻ അവിടെ ഒരു ക്ലൂ പോലും തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനതൊന്ന് പാസ് ചെയ്യുന്നു. കഫർനാം, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മുടെ ചോദ്യം ഇതാണ്. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ പ്രതിച്ഛായ എന്തിനെ സൂചിപ്പിക്കുന്നു? ദമ്പതികളെ. അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? ആദിയിലെ ദൈവം അതിൽ പറഞ്ഞ പുരുഷനുമായിട്ട് സൃഷ്ടിച്ചതിനെ അവർക്ക് സന്താനോൽപാദന ശേഷി കൊടുത്തതിനെയും സൂചിപ്പിക്കുന്നു. ഞാനൊന്ന് പാസ് ചെയ്യട്ടെ. ബഥാനിയ എന്ത് പറയുന്നു? ദൈവത്തിന്റെ ഛായയിൽ സ്ത്രീയും പുരുഷനുമായി
ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറയുന്നു. ഓക്കെ, ഞാനൊന്ന് പാസ് ചെയ്യും. ചോദ്യം ഇതാണ്: ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ പ്രതിച്ഛായ എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവം ഏകരല്ല, ഒരു കുടുംബമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കുടുംബം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന രണ്ടുപേരുടെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ആ ഒരർത്ഥത്തിൽ എടുക്കാം. ആ അർത്ഥത്തിലും എടുക്കാം നമുക്ക്. ഇവിടെ നസ്രത്ത് എന്ത് പറയുന്നു? ക്രിസ്തീയ ദമ്പതികളെ. ഓക്കെ, വിവാഹ ബന്ധത്തിൽ ദമ്പതികൾക്ക് ജനിക്കുന്ന ശിശുക്കൾ ദൈവത്തിന്റെ. ഓക്കെ, ഇവിടെ ഉത്തരം കൃത്യമായി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരുഷനും സ്ത്രീയുമായ ദമ്പതികളെ. ഇവിടെ കഫർനാം ഗ്രൂപ്പ് ദമ്പതികളെ എന്ന് പറഞ്ഞു. പക്ഷേ ആ ദമ്പതികൾ പുരുഷനും സ്ത്രീയുമാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. സാഹചര്യങ്ങളും കാലഘട്ടവും ഒക്കെ മാറുമ്പോൾ ചില കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ പറയേണ്ടതാണ്. പറഞ്ഞു വന്നപ്പോൾ ഏകദേശമൊക്കെ അടുത്തുകൂടെയൊക്കെ എത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒന്നും തന്നെ പറയാനായിട്ട് സാധിച്ചില്ല. പാസ് ചെയ്ത് വന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഭാഗികമായ ശരിയാണ് നിങ്ങൾക്കുണ്ടായത്. 5 മാർക്ക് പൂർണ്ണമായി ശരിയാണെങ്കിൽ ലഭിക്കുമായിരുന്നു, അതില്ല. നമുക്ക് ഭാഗികമായ ശരി എന്ന രീതിയിൽ 2.5 മാർക്ക് ഈ റൗണ്ടിൽ. കഫർനാം ഗ്രൂപ്പ് 2.5 മാർക്ക് കരസ്ഥമാക്കി. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം കഫർനാം ഗ്രൂപ്പിനോട് തന്നെയാണ്. സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ള യഥാർത്ഥ ഐക്യൻ ആരാണ്? ഈ അമോറിസ് ലെറ്റീസിയയിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ദമ്പതികളാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നേരത്തെയും ദമ്പതികളായിരുന്നു. അപ്പൊ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഉത്തരം ശരിയാക്കാൻ പറ്റില്ലല്ലോ. അത് കൃത്യമായ രീതിയിൽ അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നുള്ളത്. ക്രൈസ്തവ കുടുംബത്തിലെ വിവാഹം എന്ന കുദാശയിലൂടെ ഒന്നിക്കപ്പെട്ട ദമ്പതികൾ. ഓക്കെ, ഞാനൊന്ന് പാസ് ചെയ്യുന്നു. ബഥാനിയ. ദമ്പതികളുടെ ഒരു ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദമ്പതികളുടെ ഐക്യം. ഖാന. തിരുക്കുടുംബം. നസ്രത്ത്. വിവാഹം. ബത്ലഹേം. പാസ് ചെയ്യുന്നു. ജെറിക്കോ. ഉത്തരം 11ാമത്തെ പാരഗ്രാഫ്. സ്നേഹിക്കുകയും ജീവന് ജന്മം നൽകുകയും ചെയ്യുന്ന ദമ്പതികൾ. ഇവിടെ ദമ്പതികൾ എന്ന് പറഞ്ഞു, കഫർനാം ഗ്രൂപ്പ് ദമ്പതികൾ എന്ന് പറഞ്ഞു, ബാക്കിയുള്ളത് കൂട്ടിച്ചേർത്തു. പക്ഷെ അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ആ ദമ്പതികൾ എങ്ങനെയാണ്? അവർ പരസ്പരം സ്നേഹിക്കുകയും ജീവൻ കൊടുക്കാനായിട്ട് പങ്കാളികളാകുകയും ചെയ്യുന്നവരായി മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ള യഥാർത്ഥ ഐക്യൻ സ്നേഹിക്കുകയും ജീവൻ പങ്കുവെക്കുകയും ചെയ്യുന്ന ദമ്പതികൾ എന്ന് തന്നെ പറയണം. അപ്പൊ അതുകൊണ്ട് അതിൽ ദമ്പതികൾ എന്ന് മാത്രം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് ആ ചോദ്യത്തിന്റെ 4/1 ഭാഗം മാത്രമാണ് ശരിയായത്. സ്നേഹിക്കുക, ജീവന് ജന്മം നൽകുക, ദമ്പതികൾ. 3 ഭാഗമാണ് അതിലുള്ളത്. ശരിക്കും ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3.32 മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം ബഥാനിയ ഗ്രൂപ്പിലേക്ക് വരും. വാക്കുകളേക്കാൾ വാചാലമായത് എന്താണെന്നാണ് സ്നേഹത്തിന്റെ സന്തോഷത്തിൽ പ്രതിപാദിക്കുന്നത്? വാക്കുകളേക്കാൾ വാചാലമായത് എന്താണെന്നാണ് സ്നേഹത്തിന്റെ സന്തോഷത്തിൽ പ്രതിപാദിക്കുന്നത്? സ്നേഹത്തിൽ നിശബ്ദത. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. സ്നേഹത്തിൽ നിശബ്ദതയ്ക്കാണ് വാക്കുകളേക്കാൾ വാചാലമായിട്ടുള്ളത് എന്ന് സ്നേഹത്തിന്റെ സന്തോഷം പറയുന്നു. വെരി ഗുഡ്. ഈ റൗണ്ടിൽ ഞാൻ എല്ലാം അമോറിസ് ലെറ്റീസിയ എന്നാണ്. എനിക്കൊരു പേടിയായിരുന്നു, ആരെങ്കിലും ഒരാളെങ്കിലും ശരിയാക്കി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ക്വിസ് മാസ്റ്റർക്ക് അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ ബഥാനിയ ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ നിശബ്ദതയ്ക്ക് 10 മാർക്ക്. ദേ സ്കോർ ഇറ്റ്. 10 മാർക്ക് ബഥാനിയ ഗ്രൂപ്പ് ഈ റൗണ്ടിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം ഖാന ഗ്രൂപ്പിനോടാണ്. മാതാപിതാക്കൾ ഭവനത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ മക്കൾ എന്തായിരിക്കും? മാതാപിതാക്കൾ ഭവനത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ മക്കൾ എന്തായിരിക്കും? അതും ഈ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ നിന്നാണ്. മക്കൾ ഭവനം പണിതുയർത്തുന്നവരായിരിക്കും. മക്കൾ ഭവനം പണിതുയർത്തുന്നവരായിരിക്കും. വേറെ ഏതെങ്കിലും ഒന്ന് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ പറ്റുമോ? ഞാനൊന്ന് പാസ് ചെയ്യുന്നു. നസ്രത്ത്. ബത്ലഹേം. അറിയില്ല. ജെറിക്കോ. പാസ് ചെയ്യുന്നു. കഫർനാം. സജീവശിലകൾ. എവിടത്തെ? ഭവനം പണിയാനുള്ള ഭവനത്തിന്റെ സജീവ ശിലകളായിരിക്കും. ഭവനത്തിന്റെ സജീവ ശിലകളായിരിക്കും. കറക്റ്റാണ്. അവിടെ ഭവനം പറഞ്ഞോ? ഇല്ല, ഇവിടെയാണ് പറഞ്ഞത്. ഭവനം പറഞ്ഞത് ഖാനയുടെ ആയിരുന്നല്ലോ ചോദ്യം, അല്ലെ? ഭവനം പറഞ്ഞു, പക്ഷേ ഭവനം പണിതുയർത്തുന്നവർ എന്നാണ് പറഞ്ഞത്. ഭവനത്തിന്റെ സജീവ ശിലകൾ എന്നാണ് ഉത്തരം കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഭവനം എന്നുള്ളത് 2 ഭാഗമാണ്. ഭവനത്തിന്റെ സജീവശിലകളാണ്,
ഭവനത്തിന്റെ അടിസ്ഥാനം മക്കൾ എന്തായിരിക്കും പോട്ടെ. ഞാൻ 5 മാർക്ക് ആദ്യ ഭാഗം ശരിയായി എന്നുള്ള രീതിയിൽ കാനായ്ക്ക് നൽകുന്നു. രണ്ടാം ഭാഗം ശരിയാക്കിയതിന്റെ പേരിൽ 5ന്റെ പകുതി വീണ്ടും നിങ്ങൾക്ക് ഞാൻ തരുന്നു. കഫർനാം ഗ്രൂപ്പിന് ഭവനത്തിന്റെ സജീവ ശിലകൾ എന്നുള്ള ഉത്തരം നൽകിയതിന് കഫർനാം ഗ്രൂപ്പ് അഗെയിൻ ദേ സ്കോർ 2.5. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഈ റൗണ്ടില് നസ്രത്ത് ഗ്രൂപ്പിനോടാണ് ചോദ്യം. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ ഏതുപോലെയാണ്? അമോറിസിലെ TCIയുടെ വെളിച്ചത്തില് സ്നേഹത്തിൽ സന്തോഷത്തിന്റെ ആ പഠനപ്രകാരം യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ ഏതുപോലെയാണ്? ഊർജ്ജസ്വലരായിരിക്കും. പലരും ഊർജ്ജസ്വലരായിട്ട് പല ആളുകളുണ്ടാവില്ല. അതിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഞാനൊന്ന് പാസ് ചെയ്യുന്നു. ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെ. ആരുടെ? ഭാഗികമായി ശരിയാണ്. ഞാനൊന്ന് പാസ് ചെയ്യുന്നു. യുദ്ധവീരന്റെ കറക്റ്റ് ആൻസർ ആണ്. യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ. ആവനാഴിയിലെ അസ്ത്രങ്ങൾ എല്ലാവർക്കും ആവനാഴിയും അസ്ത്രങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങളാണ് കൃത്യ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് ഇടയാക്കുന്നത്. അത് ഉത്തരം ശരിയായിരുന്നില്ല. ഇവിടെ അസ്ത്രങ്ങൾ അത് ശരിയായിരുന്നു. ഭാഗികമായ ശരിയില് അതിന്റെ ഭാഗികം, അതായത് പാസ് ചെയ്ത് വന്നതിന്റെ ശരി ഉത്തരത്തിന്റെ പകുതി പറഞ്ഞിരിക്കുന്നു. 2.5 മാർക്കിന് ഞാൻ ഇവിടെ അർഹത നൽകുന്നു. ഇവിടെ 1.25 മാർക്ക്. ജെറീക്കോ ഗ്രൂപ്പ് 1.25 മാർക്ക്, ബെത്ലഹേം ഗ്രൂപ്പ് 2.5 മാർക്ക്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ബെത്ലഹേം ഗ്രൂപ്പിനോടാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്തു ചെയ്യുന്നെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്തു ചെയ്യുന്നെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഞാനൊന്ന് പാസ് ചെയ്യുന്നു. കഫർനാം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്ത് ചെയ്യുന്നെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അമോറിസിലെ TCIയിലുണ്ടത്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. കറക്റ്റ് ആൻസർ. ബെഥാനിയ ഗ്രൂപ്പ് ദേ ഗെറ്റ് 5 points. വെരി ഗുഡ്. റൂബൻ ഗോത്രത്തിൽ നിന്നും കാനാൻ ദേശം ഒറ്റുനോക്കാൻ അയച്ചത് ആരെ? ആഷേർ ഗോത്രം, മിഖായേലിന്റെ മകൻ സത്തൂർ. കണ്ടോ, ഒരു വാക്ക് ചോദിച്ചുള്ളൂ, പക്ഷെ മുഴുവൻ ഉത്തരമാണ് പറയുന്നത്. ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറയണോ? ഇത്തിരി കൂടി ശാന്തമായിട്ട് സാവകാശത്തിലൊക്കെ പറഞ്ഞാൽ പോലെ. ഞങ്ങളെ പേടിപ്പിക്കണോ? വിജയം വരിക്കുന്നവനും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനും ഞാൻ അന്ത്യദിനത്തിൽ അധികാരം നൽകും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.